വൈകുന്നേരം ചായയുടെ കൂടെ ഇതുപോലൊരു ചായക്കടി ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ നിങ്ങളായിരിക്കും കേട്ടോ താരം. ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 500 ഗ്രാം അതായത് അര കിലോ ചിക്കൻ മിൻസ് ചെയ്ത് ഇട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കീമ റെഡിയാക്കുന്ന മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ചോപ്പറിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിൽ 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയിട്ട്. ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണേ ചിക്കൻ എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു വൈറ്റ് കളറായി കിട്ടുകയും ചെയ്യും. ചിക്കൻ ഒന്ന് നമ്മൾ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്ത പോലെ വേറിട്ട് നിൽക്കുകയും ചെയ്യട്ടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് അതെങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി എൻ്റെതിപ്പോൾ അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ പപ്രിക്ക പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയിട്ട് അത് ചേർത്താലും മതിയേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടുന്നവരെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വേണം ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലപോലെ വെന്ത് വരട്ടെ. അങ്ങനെ ഇതാ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ വറ്റിച്ചെടുത്തതാണ്. ഒന്നിടക്ക് തുറന്നിട്ട് ഇടക്ക് അടപ്പൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് ഇളക്കി കൊടുക്കുകയൊക്കെ വേണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2-3 എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. സവാളയൊന്നും ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റായി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന ആ ഒരു ടെക്സ്ചറൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ സമൂസ ലീഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിൽ കുറച്ച് മൈദയിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഒരു ഗമ്മാക്കി മാറ്റിയെടുക്കുക. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഗമ്മ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് മിനി സമൂസയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ സമൂസ ഷീറ്റല്ല, മിനി സമൂസ ലീവ്സ് സമൂസ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. ഇതിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുഞ്ഞി കുഞ്ഞിയാകുമ്പോൾ നമുക്ക് ഓരോ ബൈറ്റിനേ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ ലീഫായിട്ട് എടുക്കുക. സാധാരണ നോർമൽ സമൂസ ഫോൾഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ. കുറേ ഫില്ലിംഗ് ഒന്നും കൊള്ളൂല കേട്ടോ, കാരണം കുഞ്ഞ് ലീഫല്ലേ. അതുകൊണ്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തിരിച്ച് തിരിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും പരിപാടികൾ. ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ച് ഫോൾഡ് ചെയ്യുക, സൈഡിലൊന്നും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് അറ്റത്ത് ഞാൻ കുറച്ച് ഗം കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി മിനി സമോസ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, കുഞ്ഞായതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഫ്രൈ ചെയ്ത് പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചാലെല്ലാം നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇതാ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു 1/2 കിലോഗ്രാം ചിക്കൻ്റെ അളവിൽ 60 സമൂസയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസത്തിനനുസരിച്ച് 60, 61 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീസ് ചെയ്തിട്ടും ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അത് പിന്നെ കൂടുതൽ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ഞാൻ കുറച്ച് വീഡിയോക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ സാധാരണ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ ഞാൻ കുറച്ചെണ്ണം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാട്ടാൻ വേണ്ടിയിട്ട്, ഭയങ്കര ക്യൂട്ടായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനത്തെ സ്നാക്സൊക്കെ ആകുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് തന്നെ ഒരു ബൈറ്റിനേ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയും ഈ ഒരു ഫില്ലിങ്ങിന് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ കീമ മിനി സമൂസ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്